രാവിലെ എഴുന്നേറ്റപ്പോഴേ എനിക്കൊരു കോള് വന്നു. നല്ല ഒന്നാം തരം അരിപ്പായസം റെഡിയാണ്, നീ ഒരു പാത്രം എടുത്തോണ്ട് വന്നാൽ കുറച്ച് കൊണ്ടുപോകാമെന്നും പറഞ്ഞുകൊണ്ട്. എന്റെ മമ്മിയാണ് എന്നെ വിളിച്ചിരിക്കുന്നത് കേട്ടോ. എന്റെ വീടിനടുത്ത് തന്നെയാണ് കെട്ടിച്ചത്. ഒരു വളവ് തിരിഞ്ഞാൽ എന്റെ വീടായി. അതുകൊണ്ട് അങ്ങോട്ട് അവിടെ എന്തെങ്കിലും വെക്കുവാണെങ്കിലും ഇവിടെ എന്തെങ്കിലും വെക്കുവാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. അപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ സ്കൂട്ടിയിൽ ഞാൻ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. വലിയ ഒരു പാത്രമൊക്കെ എടുത്തോണ്ടാ പോകുന്നത് കേട്ടോ. വലിയൊരു ചരുവൻ തന്നെ എടുത്തിട്ടുണ്ട്. അവിടെ ചെന്ന ഉടനെ മമ്മി ചോദിച്ചു, നീ ഇത്ര പെട്ടെന്ന് ഇനി എത്തിയോന്ന്? പിന്നെ അല്ലാണ്ട് ഞാൻ ഇഞ്ഞെത്തി എന്ന് ഞാൻ പറഞ്ഞു. ദാണ്ട കണ്ടോ, അവിടെ ചെന്നപ്പോൾ അരിപ്പായസം റെഡിയാണ്. ഒരു കലം നിറച്ചുണ്ട് കേട്ടോ അരിപ്പായസം. അതിൽ നിന്ന് കുറേ കോരി ഞാൻ കുടിച്ചു. നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. എനിക്ക് പായസത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം അരിപ്പായസമാണ്. ഭയങ്കര ഇഷ്ടം അരിപ്പായസം. നിങ്ങൾക്ക് എല്ലാവർക്കും ഏത് പായസം കൂടുതൽ ഇഷ്ടം എന്നുള്ളത് കമന്റ് ചെയ്യണേ. അപ്പൊ ഈ പായസം വെച്ചത് എങ്ങനെയാണ് എന്ന് കൂടി നമുക്കൊന്ന് അറിയണ്ടേ. അപ്പൊ ആ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോഴ് പായസത്തിന് വേണ്ടി നല്ല കുത്തിരി ദാണ്ടെ മമ്മി അടപ്പിലേക്ക് ഇട്ട് ദാണ്ട് ഇങ്ങനെ അരി അവിടെ കിടന്ന് വേവുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് ആയ മമ്മിയുടെ ദാണ്ട കണ്ടോ വയണയില്ല, അതേ കമ്പിൽ തന്നെ കൊരുത്ത് അതിനകത്തേക്ക് ഇങ്ങനെ ഇറക്കി വെക്കണം. ഈ അരിയും ഇലയും കൂടെ ഇങ്ങനെ കിടന്ന് വേവണം കേട്ടോ. വെന്ത് ഒരുമാതിരിയൊക്കെ ഒരു വേവാവുമ്പം ഇല അങ്ങ് എടുത്ത് മാറ്റണം. അതിനുശേഷം നമ്മൾ ശർക്കര ഉരുക്കി വെച്ചിരിക്കണം കേട്ടോ നേരത്തെ തന്നെ. അത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് ഇങ്ങനെ ഒഴിക്കണം ശർക്കര. അത് അരിച്ചരിച്ച് ഒഴിക്കണം. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് മണ്ണൊക്കെ കാണും. അതുകൊണ്ട് എപ്പോഴും ശർക്കര അരിച്ച് മാത്രമേ അതിനകത്തേക്ക് ഒഴിക്കാവൂ. അങ്ങനെ ഒഴിക്കണം. അപ്പൊ എന്റെ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അങ്ങനെ ശർക്കര അതിനകത്തേക്ക് ഒഴിക്കണം കേട്ടോ. മൊത്തം ശർക്കരയെ ഒഴിക്കണ്ട. കാരണം എന്താന്ന് വെച്ചാല് മധുരം പിന്നീട് നോക്കിയതിന് ശേഷം നമുക്ക് ബാക്കി പിന്നീട് ഒഴിച്ചാൽ മതി. കാരണം എല്ലാം കൂടി എടുത്ത് ഒഴിച്ചാൽ ചിലപ്പോൾ മധുരം കൂടിപ്പോയാൽ അറിയത്തില്ല. അതുകൊണ്ട് നന്നായിട്ട് വെന്തൊക്കെ കഴിഞ്ഞ് പാലൊക്കെ ഒഴിച്ചിട്ട് മധുരം ഒന്നും കൂടെ ഒന്ന് നോക്കിയതിന് ശേഷം ബാക്കി ഒഴിക്കാമല്ലോ എന്ന് കരുതി അതിനുശേഷം ഒരു കവറ് പാല് അതിലേക്ക് ഒഴിക്കണം. അപ്പം നമ്മുടെ പായസം ഏകദേശം ഒക്കെ റെഡിയായി വരുന്നുണ്ട്. അങ്ങനെ പാലൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം മധുരം കുറവാണോ എന്ന്. അങ്ങനെ കുറവാണെങ്കിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ശർക്കരയുടെ വെള്ളം നമ്മൾ വീണ്ടും അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. നമ്മൾ എത്ര മധുരമുള്ള പായസമാണെന്ന് പറഞ്ഞാലും ഉപ്പിട്ടില്ലെങ്കിൽ അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. നമുക്ക് ശരിയായിട്ട് അതിന്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിന്റെ കൂടെ ആണെങ്കിലും അങ്ങനെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങാപ്പാല് പിഴിഞ്ഞ് നല്ല കട്ടിക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അത് അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അപ്പൊ നമ്മുടെ പായസം ഏകദേശം എല്ലാ രീതിയിലും റെഡിയാണ്. അടിപൊളിയാണ് കേട്ടോ ഈ പായസം. അപ്പൊ നമ്മള് എന്താ പറയാ, പായസം വെക്കുമ്പോൾ വയണയില ഇടാനായിട്ട് മറന്നു പോകുന്നത് കേട്ടോ. വയണയില ഇട്ടാല് പ്രത്യേക ഒരു മണവും രുചിയും ഒക്കെയാണ്. എന്നിട്ട് താണ്ട വറുത്ത് കോരി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും അതിലേക്കും കൂടി ഇട്ടെടുക്കുകയാണെങ്കിൽ അടിപൊളി നമ്മുടെ പായസം റെഡിയാണ്. ഞാൻ അവിടെ ഇരുന്ന് കുറേ പായസം കുടിച്ചു കേട്ടോ. അപ്പോൾ ഇങ്ങനെ വയണയിലൊക്കെ ഇട്ട് എല്ലാവരും പായസം ഉണ്ടാക്കി നോക്കണേ. അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ.